അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോർ ബിസിനസ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ബിസിനസിന്റെ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾക്കാമ്പ് അല്ലെ? ഉൾക്കാമ്പ് എന്നാണ് പറയാ. അപ്പൊ ഒരു ബിസിനസിന്റെ ഉൾക്കാമ്പിലുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് എ ബിസിനസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് എന്നാണ് പറയാ. ആ സീരീസ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റോ മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഇൻപുട്സിന് എന്ത് ചെയ്യാണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അല്ലെങ്കിൽ സർവീസസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ? അതായത് സ്പെസിഫിക് ടു പെർട്ടിക്കുലർ ബിസിനസ് ഏരിയയിലൂടെ അതിനെ മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെവറൽ ആയിട്ടുള്ള പ്രോസസ് ഉണ്ട്. അത് ഇപ്പോൾ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. എന്നാൽ ഏതൊരു ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് കോർ ബിസിനസ് ഏരിയാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോർ ബിസിനസ് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോർ ബിസിനസ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഒരു കമ്പനി ഏത് മോഡൽ യൂസ് ചെയ്യുന്നത്, ഏത് ഗൈഡ് ലൈൻസും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കോർ ബിസിനസ് പ്രോസസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആൻഡ് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് ആണ്. ഏതാണ് ഫസ്റ്റത്തെ? ക്വാളിറ്റി, പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ പ്രോസസ് ആണ്. ഏതൊരു ബിസിനസിനെ ക്രൂഷ്യൽ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി, പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ക്വാളിറ്റി, അത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ആയിരിക്കാം. പ്രോസസ് ഇംപ്രൂവ്മെന്റ്, നമ്മുടെ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ ടൈമിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ്. ആൻഡ് ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. ഇതാണ് ഫസ്റ്റത്തെ കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ? അതൊന്ന് പറഞ്ഞു നോക്കൂ. ഈ ക്വാളിറ്റി, പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. എന്താണ്? ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു റിവ്യൂവിംഗ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവിംഗ് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് അറ്റ് എ ടൈമിൽ നടക്കുന്ന ഒരു ഇംപ്രൂവിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് എന്തിനാ പറയാൻ പറ്റും? ഈ ഒരു കോർ ബിസിനസ് പ്രോസസ്സിനെ പറയാൻ സാധിക്കും. ഓക്കെ, അതായത് ഈ ഒരു ഏതൊരു കാര്യം നമുക്ക് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ കറക്റ്റ് ആയിട്ട് ആ ബിസിനസിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ചേഞ്ചസ് കാര്യങ്ങൾ കൊണ്ടുവരാം. പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് കൊണ്ടുവരാം. ആ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ബിസിനസിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റത്തെ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കസ്റ്റമർ സ്ട്രാറ്റജി ആൻഡ് റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് കസ്റ്റമർ സ്ട്രാറ്റജി ആൻഡ് റിലേഷൻഷിപ്പ് ആണ്. എന്താണ് കസ്റ്റമർ സ്ട്രാറ്റജി ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇവിടെ ഇതാണ് പറയണേ, ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് cater the customer needs and strive to fulfill the needs of the public in the best way of possible. അതായത് കസ്റ്റമറിന്റെ, നമ്മൾ എന്ത് ചെയ്യുക? ഒരു സാധനങ്ങൾ നമ്മൾ ആർക്കാണോ വിൽക്കുന്നത് അവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടാം. നമുക്ക് ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ചാറ്റ് ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? കസ്റ്റമറുടെ നീഡ് ഉണ്ടായിരിക്കും. ആ കസ്റ്റമറുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് മാക്സിമം എന്ത് ചെയ്യുക? ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക? ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള വേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ചെയ്യുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ സ്ട്രാറ്റജി ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ബിസിനസ് എപ്പോഴും അതിന്റെ കോർ പ്രോസസ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാനും അതിന് മാർക്കറ്റ് സ്റ്റഡിയും കാര്യങ്ങളും നടത്തുകയും കൺസ്യൂമറിന്റെ പ്രിഫറൻസും കാര്യങ്ങളും മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും വേണം. അതാണ് കസ്റ്റമർ സ്ട്രാറ്റജി. കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജി, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് നമ്മളെ ആകർഷിക്കാനുള്ള സ്ട്രാറ്റജി എടുക്കണം. അവരുമായി നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് കൺസ്യൂമർ? കസ്റ്റമർ ഗുഡ്സ് വാങ്ങുന്ന ആളാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഗുഡ്സുകൾ വാങ്ങുന്ന വ്യക്തിയാണ്. ഓക്കെ, രണ്ടാമത്തെ ആരാണ്? കൺസ്യൂമർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന അതാണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് യൂസർ ഓഫ് ദ പ്രൊഡക്റ്റ് എന്നാ പറയാം. അവസാനമായിട്ട് അത് ആരാണോ വാങ്ങുന്നത് അവരാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത്. അവരാണ് അവിടുത്തെ എൻഡ് യൂസർ ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എൻഡ് യൂസർ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പലചരക്കടയിൽ പോയി വാങ്ങിയിട്ട് എനിക്ക് വീട്ടിൽ അടുത്ത് വേറൊരു പലചരക്കുണ്ട്. അപ്പൊ ഞാൻ അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് പോയി വാങ്ങില്ലേ? ഞാൻ ശരിക്കും നടുക്കിൽ എന്താണ് ഒരു ഇന്റർമീഡിയറ്റ്
ഇന്റർമീഡിയറ്റ് പോലെ നിൽക്കുന്നില്ലേ, പക്ഷെ ഞാനിവിടെ എന്താണ്, കസ്റ്റമർ ആണ്. ഞാൻ ആ ബിസിനസ് സംബന്ധിച്ച് അവരുടെ കസ്റ്റമർ ആണ്. ഞാൻ അവരുടെ സൈഡിൽ നിന്ന് സാധനമായിട്ടാണ് ഇവിടെ കൊണ്ടുപോയി വിൽക്കുന്നത്. അതാണ് കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കി വെക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് വാനിഷ് ഔട്ട് ആയി പോയിക്കൊണ്ടേയിരിക്കും. കാരണം കൃത്യമായിട്ട് നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുക, അംബാസിഡർ കാറിന്റെ കാര്യം, നോക്കിയ ഫോണിന്റെ കാര്യം, ഇവരൊക്കെ എന്തായാലും പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഏറ്റവും മാർക്കറ്റിലെ നമ്പർ 1 അവർ തന്നെ ആയിരുന്നു. പക്ഷേ എന്തുണ്ടായി, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും, അവര് വാനിഷ് ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതൊരു ബിസിനസ്സിന്റെയും ഓരോ ടൈമിലും പ്രൊഡക്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. മാർക്കറ്റ് സർവേസ് നടക്കണം, കൺസ്യൂമറിന്റെ നീഡ് മനസ്സിലാക്കണം. അത് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, കസ്റ്റമറിന് നമ്മളോടുള്ള എക്സ്പെക്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ കൃത്യമുള്ള പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് ആരാണ്, അവർക്കൊരു വാല്യൂ കൊടുത്തുകൊണ്ട് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് അടുത്ത മൂന്നാമത്തെ കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ദിസ് പ്രോസസ് ഇൻവോൾവ് ഐഡിയ ജനറേഷൻ where brainstorming takes place to develop a new product based on the insight obtained from the market. നമ്മൾ മാർക്കറ്റ് സർവേ ഒക്കെ നടത്തി അതിൽ ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യും, ഓരോ നമ്മൾ മാർക്കറ്റ് ഐഡിയാസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബ്രെയിൻ സ്റ്റോമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എന്താ പറയാ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സ്കോപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ സോട്ട് അനാലിസിസ് നടത്തും. എന്താണ് സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞത്, നമ്മളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് അനാലിസിസ്, ഇതാണെന്ന് പറയുന്നത് നമ്മളുടെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സോട്ട് അനാലിസിസ് ആണ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് അനാലിസിസ് നടത്തിയത് നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആരിൽ നിന്ന്, കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. അതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നാലാമത്തെ കസ്റ്റമർ അക്വിസിഷൻ, അതാണ് സെയിൽസ് എന്ന് പറയുന്നത്. അതാണ് അടുത്തൊരു കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത്, കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത്. എന്താണ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത്, അതായത് ദിസ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ ബിസിനസ് പ്രോസസ് ടു കൺസേൺ വിത്ത് ഗെയിനിങ് ന്യൂ കസ്റ്റമേഴ്സ്. ന്യൂ കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എന്താണ്, ന്യൂ കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോർ ബിസിനസ് പ്രോസസ് ആണ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നതാണല്ലേ. ഇവിടെ അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സെയിൽസ് പ്രോസസ് ആസ് ദ ലേറ്റർ കോൺസെൻട്രേറ്റ് ഓൺ ഇൻക്രീസിംഗ് സെയിൽസ്. ഇറ്റ് കുഡ് ബി ആൾസോ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. അതായത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോങ് ടൈമിലോട്ട് എന്ത് ചെയ്യാണ്, കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഫോക്കസിലാണ് ഏത് പറയുന്നത്, കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള എന്തെന്ന് പറയുന്നത് അടുത്തൊരു നാലാമത്തെ കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് കസ്റ്റമർ അക്വിസിഷൻ. അഞ്ചാമത്തെ പറയുന്നത് എംപ്ലോയി ഡെവലപ്മെന്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചും എന്താണ്, ആ ബിസിനസിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആരാണ്, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിലെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. കാരണം ആ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ബിസിനസ്സിലും നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വളർച്ചയ്ക്കും വളരെ അല്ലെങ്കിൽ ബിസിനസിന്റെ വളർച്ചയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഒരു ബിസിനസിന്റെ കോർ ബിസിനസ് പ്രോസസ് ആണ്. അഞ്ചാമത് കോർ ബിസിനസ് പ്രോസസ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ടാലന്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ കണ്ടുപിടിക്കാം, എങ്കിൽ മാത്രം നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് നമ്മളുടെ അതേ ബിസിനസ് ചെയ്യുന്ന വേറെ വ്യക്തി ഉണ്ടാവും, അവരിൽ നിന്ന് നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെ മാത്രമേ ഉള്ളൂ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി നമ്മൾ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്കത് ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ എംപ്ലോയീസ് ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ HR ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞാൽ അവരെന്തെങ്കിലും നല്ല രീതിയിൽ, HR മാത്രമല്ല എല്ലാവരും ആ ബിസിനസിന്റെ ഡയറക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിരിക്കാം, സൂപ്പർവൈസർ, അവരൊക്കെ
നല്ല രീതിയിൽ ഒരു എന്ത് ചെയ്യാണ് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം എങ്കിൽ മാത്രം, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ അവിടെ അവർ റിട്ടേൺ ചെയ്യുകയുള്ളൂ. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവരെല്ലാ ടാസ്കുകളും ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, കറക്റ്റ് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര് നോക്കണം, എപ്പോഴും നമ്മളുടെ ബിസിനസ് നോക്കണമെന്നാണ് പറയുന്നത് അല്ലേ. ആ എംപ്ലോയി ഡെവലപ്മെന്റ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അവർക്ക് ചെയ്യണം. അതായത് അവരുടെ സ്കില്ല് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എങ്കിൽ മാത്രം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുക കോമ്പീറ്റ് ചെയ്ത് അവർക്ക് പിടിച്ചു നിർത്താനും മറ്റും സാധിക്കുള്ളൂ. അതായ പോലെ തന്നെ ബിസിനസ്സിൽ ഉള്ള എല്ലാ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവിടെ വർക്ക് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് സംതൃപ്തിയോടെ വർക്ക് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് മുന്നിലോട്ട് ഏറി പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് എന്താണ് ഒരു ബിസിനസിന്റെ കോർ പർപ്പസിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഫൈനാൻഷ്യൽ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് ആൻഡ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ ബിസിനസ് പ്രോസസ് ആണ്. ഇവിടെ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, റെക്കോർഡിംഗ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ, സമ്മറൈസിംഗ് ഓഫ് ദ ലെഡ്ജർ എൻട്രീസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദ ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻ. എന്താണ്, അതായത് ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും അവസാനം അതിന്റെ ഫൈനൽ അക്കൗണ്ട്സ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങളും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആറാമത്തെ കോർ ബിസിനസ് പ്രോസസ് ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ബിസിനസ്സും കാര്യങ്ങൾ അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അക്കൗണ്ട്സ് എന്ത് ചെയ്യും, അക്കൗണ്ട്സിലെ മാനേജർ ആയിരിക്കും, സീനിയർ അക്കൗണ്ട് ആയിരിക്കും, CFO ഒക്കെ എന്ത് ചെയ്യും, ഈ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യും, അതിൽ നിന്ന് ഓരോ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കും അല്ലേ. അതേപോലെ നമ്മൾ ഒരുപാട് ഇന്റേണൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെ ആ ബിസിനസ്സിനെ എന്ത് ചെയ്യുക ഫെസിലിറ്റായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള അതിന്റെ അത്യന്താധികമായിട്ടുള്ള ലക്ഷ്യമാണ്, അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുക, അത് ചെക്ക് ചെയ്യുന്ന എവിടെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചറിലാണ്. അതാണ് ആറാമത്തെ ഫംഗ്ഷൻ. ഏഴാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ അല്ല, കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ മാനേജ്മെന്റ് ആണ്. അതായത് കമ്പ്യൂട്ടർ ആൻഡ് IT ആണ്. ടെക്നോളജിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക ടെക്നോളജി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബിസിനസ്സിൽ നിന്ന് നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഫോർ ആൻ എക്സാമ്പിൾ, രണ്ട് കമ്പനി A ആൻഡ് B, രണ്ട് കമ്പനിയാണ് എയും ബിയും. ഇപ്പോൾ A എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യാണ്, സാരിയാണ് ഉണ്ടാക്കുന്നത്. B എന്ന് പറയുന്ന കമ്പനി സാരിയാണ് ഉണ്ടാക്കുന്നത്. ഇവർ ഹാൻഡ് മെയ്ഡ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എന്ത് ചെയ്യാണ് A എന്ന് പറയുന്ന കമ്പനി അവിടെ പുതിയ ടെക്നോളജി വന്നപ്പോൾ ഒരു മെഷീൻ വാങ്ങി. ഇവിടെ 10 സാരി ഉണ്ടാക്കുന്ന കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ 30 സാരി ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ എന്തായിരിക്കും, ബിയിൽ നിന്ന് എക്ക് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 15 സാരി ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം മതി ഇവിടെ 40 സാരി ഉണ്ടാക്കാന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഡിഫറൻസ് ടൈമിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇത് നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ആ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിലുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ടെക്നോളജി നമ്മൾ മാനേജ് ചെയ്യണം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ടെക്നോളജി നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയും ചെറിയ ടെക്നോളജി ആവും, പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയ തോതിലായിരിക്കും കേട്ടോ. അതാണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അതായത് ടെക്നോളജിക്കൽ മസ്റ്റ് ഇന്റഗ്രേറ്റ് വിത്ത് ദ അതർ ഫംഗ്ഷൻ ഓഫ് ദ ബിസിനസ് സച്ച് ആസ് ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് എക്സ്ട്രാ എല്ലാത്തിനും നമ്മൾ അത് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ മുന്നോട്ട് ഒരു ലോങ് ടൈം വ്യൂവിലോട്ട് അല്ലെങ്കിൽ ലോങ് ടൈമിലോട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. നെക്സ്റ്റ് കോർ ബിസിനസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the basic business process that include activities aimed to promoting products and services to specific കൃത്യമായിട്ടുള്ള അതിന് ആവശ്യക്കാർ ആരാണോ അല്ലെങ്കിൽ സ്പെസിഫിക് ക്ലയന്റിലോട്ട് എന്ത് നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എത്തിക്കുക, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാർക്കറ്റിന്റെ റിസർച്ച് ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായി, പക്ഷേ കൃത്യമായിട്ട് ഒരു സ്ട്രോങ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യില്ല, ഗുഡ്സ് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തില്ല അല്ലെ. അപ്പോൾ സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുക അഡ്മിനിസ്ട്രേഷനും നമ്മുടെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ സോഴ്സും പ്രൊക്യൂർമെന്റും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും ഒക്കെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലാനിങ് ഉണ്ട്, അതിന്റെ എക്സിക്യൂഷൻ ഉണ്ട്, അതിന്റെ കൺട്രോൾ, അതായത് കംപ്ലീറ്റ് സപ്ലൈ ചെയിന്റെ കൺട്രോളും കാര്യങ്ങളും. അതായത് റോ മെറ്റീരിയൽ സപ്ലൈസിൽ നിന്ന് വാങ്ങി അത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അത് നമ്മൾ എന്ത് ചെയ്യുന്നു സെല്ല് ചെയ്ത് അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തി കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു എല്ലാ പ്രോസസ്സും എന്താണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കോർ ബിസിനസ് പ്രോസസ് ആണ് കസ്റ്റമർ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കോർ ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ 9 കോർ ബിസിനസ് പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചു. ഇത് നമുക്ക് 10 മാർക്സിനോ അല്ലെങ്കിൽ 5 മാർക്സിനോ എന്തായാലും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? അതാ മനസ്സിലായെന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാനുണ്ട്.